ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു മന്ത്രിയും 3 MLA-മാരും 3 ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്ന പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് സിപിഎം തയ്യാറാക്കുന്നത്. മലപ്പുറം, പൊന്നാനി സീറ്റുകളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സേഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ, മലപ്പുറം, പൊന്നാനി സീറ്റുകളിൽ മാത്രമാണ് ഇനിയൊരു അന്തിമ ധാരണയാകേണ്ടത്. അതൊഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിൽ ഒരു അന്തിമ പട്ടിക തന്നെ, ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ആവശ്യമുള്ളൂ എന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചർച്ചകളാണ് ദിവ്യ ഇന്നലെയും ഇന്നുമായിട്ട് CPM നേതൃതലങ്ങളിൽ നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റികളോട് അവർ നൽകിയ സാധ്യതാ പട്ടിക പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു പേരിലേക്ക് എത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ വിവിധ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ഇന്നലെ ചേർന്നിട്ടുണ്ട്. അതിൽ അന്തിമ തീരുമാനമാവാത്ത 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇടങ്ങളിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ട്. നമ്മൾ മണ്ഡലങ്ങൾ നോക്കി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ നിന്ന് തുടങ്ങാം. ആറ്റിങ്ങലിൽ വിവിധ പേരുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഷിജു ഖാൻ്റെയൊക്കെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായ തീരുമാനം വർക്കല MLA-യും പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ ബി ജോയ് അവിടെ മത്സരിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അതുകൊണ്ട് ബി ജോയ് മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നത്. പിന്നീടുള്ളത് കൊല്ലമാണ്. കൊല്ലത്ത് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗവും ധനമന്ത്രിയുമായ KN ബാലഗോപാലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. കൊല്ലം MLA ആയ M മുകേഷിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ശുപാർശ ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുന്നത്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് തന്നെയാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് പാർട്ടി ചുമതല വഹിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അവിടെ ഒരു ജനസ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഐസക്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐസക്കിന് പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുന്നത്. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ പ്രാദേശിക ഘടകങ്ങൾക്കും ജില്ലാ നേതൃത്വത്തിനും ആരിഫിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണ ജയിച്ച ഏക MP എന്ന നിലയിൽ ആരിഫിനെ മാറ്റുന്നത് ഗുണം ചെയ്യില്ല, അത് മറ്റു ചർച്ചകൾക്ക് വഴിവെക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരിഫിനെ തന്നെ മത്സരിപ്പിക്കാം എന്ന ധാരണയിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. എറണാകുളത്ത് ഒരു പൊതു സ്വതന്ത്രനെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. അത് ഒരുപക്ഷെ ഒരു വനിതയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. KV തോമസിൻ്റെ പേരും KV തോമസിൻ്റെ മകളുടെ പേരും ഒക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വമായിരിക്കും എടുക്കുക. ജില്ലാ നേതൃത്വം അതിനകത്ത് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ചാലക്കുടിയിലേക്ക് വരികയാണെങ്കിൽ ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ C രവീന്ദ്രനാഥിന്റെ പേരാണ് പാർട്ടി പരിഗണിച്ചത്. ഇന്നലെ ചേർന്ന തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കണം, C രവീന്ദ്രനാഥെ മത്സരിപ്പിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് മുന്നോട്ട് വന്നത്. സംസ്ഥാന സെക്രട്ടറിയോടതാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പക്ഷേ C രവീന്ദ്രനാഥ് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പാർട്ടി തീരുമാനമാണെന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യം പരിഗണിക്കില്ല, പാർട്ടി അവരെ തന്നെ മത്സരിപ്പിച്ചേക്കും. ആലത്തൂർ, പാലക്കാട് ജില്ലയാണ് പ്രധാനപ്പെട്ട ജില്ലയായിട്ട് CPM നേതൃത്വം കാണുന്നത്. പാർട്ടി കോട്ടയായി വിലയിരുത്തപ്പെടുന്ന സ്ഥലമാണ് ആലത്തൂർ. പാലക്കാട് മണ്ഡലം അവിടെ M സ്വരാജിൻ്റെയും A വിജയരാഘവൻ്റെയും പേരാണ് പരിഗണിച്ചത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് A വിജയരാഘവൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും. അദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. മുന്നേ പാലക്കാട് നിന്ന് MP ആയുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്നെ മത്സരിച്ചേക്കും. ആലത്തൂരിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി K രാധാകൃഷ്ണൻ്റെ പേരാണ് അവിടെ സജീവമായി പരിഗണിക്കുന്നത്. പാർട്ടി എല്ലാ കാലത്തും വലിയ അധ്വാനമില്ലാതെ ജയിച്ചു വന്ന മണ്ഡലമായിരുന്നു ആലത്തൂർ. രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ പക്ഷേ CPM-നെ പരാജയപ്പെടുത്തി. മണ്ഡലം തിരിച്ചുപിടിക്കാൻ K രാധാകൃഷ്ണൻ തന്നെ വേണം എന്ന നിലപാടാണ് പൊതുവെ ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലത്തൂരിൽ K രാധാകൃഷ്ണനെ മത്സരിപ്പിക്കണം എന്ന ശുപാർശ ഉയർന്നു വരുന്നുണ്ട്. പിന്നീടുള്ളത് പൊന്നാനി, അതുപോലെ തന്നെ മലപ്പുറം മണ്ഡലങ്ങളാണ്. മലപ്പുറം മണ്ഡലത്തിൽ VP സാനുവിൻ്റെ പേര് വീണ്ടും സജീവ ചർച്ചയായിട്ടുണ്ട്. അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. സംസ്ഥാന നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുന്നത്. പൊന്നാനി സീറ്റ് ആഞ്ഞു പിടിച്ചാൽ പോരും എന്ന് വിചാരിക്കുന്ന മണ്ഡലമാണ് പൊന്നാനി. പൊന്നാനിയിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ KT ജലീലിന് കഴിയും എന്ന വിലയിരുത്തലുണ്ട്. അവിടെയും പക്ഷേ പ്രാദേശിക തലത്തിൽ ജലീലിനോട് ചില എതിർപ്പുകൾ പ്രകടമായി വരുന്നുണ്ട്. കാന്തപുര വിഭാഗത്തിൻ്റെ ഒരു എതിർപ്പ് അവിടെ വരുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലെ എതിർപ്പ് മറികടന്ന് അവിടെ KT ജലീലിനെ തന്നെ മത്സരിപ്പിക്കാൻ സാധ്യത തള്ളിക്കളയേണ്ട ദിവ്യ. പിന്നീടുള്ളത് മലബാർ മേഖലയാണ്. അങ്ങോട്ട് പോകുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ 2 മണ്ഡലം, കോഴിക്കോട് മണ്ഡലം അവിടെ എളമരം കരീമിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. എളമരവിൻ്റെയും അതുപോലെ തന്നെ വസീഫിൻ്റെയും പേരുകൾ, DYFI സംസ്ഥാന പ്രസിഡന്റായ വസീഫിൻ്റെയും പേരുകൾ ഉയർന്നു വന്നു. എളമരത്തിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. വടകര മണ്ഡലം, വടകര ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന മണ്ഡലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വടകരയിൽ ഒരുപക്ഷേ
കെ ശൈലജ, കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ ശൈലജയായിരിക്കും മത്സരിക്കാൻ എത്തുക, അല്ലെങ്കിൽ പ്രദീപ് കുമാർ MLA മത്സരിപ്പിക്കണം എന്ന ആലോചന പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ട്. അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വം എടുക്കും. കണ്ണൂരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MP ജയരാജൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹം CPM-ന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന ആലോചനയിലേക്ക് ജില്ലാ നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. അന്തിമ തീരുമാനം സംസ്ഥാന നേതൃത്വമായിരിക്കും എടുക്കുക. കാസർഗോഡ് MP ബാലകൃഷ്ണന്റെ പേരും അതുപോലെ തന്നെ TV രാജേഷിന്റെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയായ MP ബാലകൃഷ്ണൻ തന്നെ മത്സരിക്കണം എന്ന ആലോചനയാണ് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായത്. അതിലും അന്തിമ തീരുമാനം എടുക്കുന്നത് സംസ്ഥാന നേതൃത്വമായിരിക്കും. അങ്ങനെ ഏകദേശ ധാരണ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇന്നത്തെ യോഗത്തോടെ കഴിഞ്ഞ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിക്ക് പേരുകൾ വിടും. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ചർച്ച ചെയ്ത് അത് 21-ാം തീയതി സംസ്ഥാന കമ്മിറ്റിക്ക് പരിഗണനയിലേക്ക് വരും. സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ച് വീണ്ടും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിക്ക് വിട്ട് അതിന് അംഗീകാരം നേടി PB യുടെ അനുമതിയോടുകൂടി ഈ മാസം 27 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനാണ് നീക്കം. ദിവ്യ.